Business ethics includes corporates, governments, inside trading social responsibility. Social responsibility. ഇനി മുതൽ വർമ്മൻ ഗ്രൂപ്പിലെ എല്ലാ കമ്പനികളിലും 1 hour ബ്രേക്ക് ഉണ്ടാവും. കൂടാതെ ഓവർ ടൈം ചെയ്യുന്നതിന് എക്സ്ട്രാ പേയ്മെന്റും. ഇത് എന്റെ ഉറപ്പ്. ലക്ഷ്മി, 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 എന്താടി ഇത്? രാവിലെ തന്നെ ഇരുന്ന് സ്വപ്നം കാണുന്നോ? ഞാൻ രവിവർമ്മൻ സാറിനെ. രവിവർമ്മൻ സാറിനെ അല്ല, ഞാൻ സാറിനെ കുറിച്ച് ഓർക്കായിരുന്നു. എന്ത്? ഓരോരോ കാര്യങ്ങള്. നിനക്ക് രവിവർമ്മൻ സാറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പോലെ തോന്നുന്നല്ലോ. ഷേ, അങ്ങനെയൊന്നും അല്ലടി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് വായിച്ചപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ നന്മയെക്കുറിച്ച് ഓർത്തുപോയി. ജീവിക്കാൻ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ സാധാരണക്കാരെ സഹായിക്കാന്നൊക്കെ പറഞ്ഞാ എല്ലാവരെ കൊണ്ടും പറ്റും അതൊക്കെ. ആ മോളെ, ഇത് ശ്രദ്ധിക്കണം. നമ്മളെപ്പോലല്ല അദ്ദേഹം. നമ്മളെക്കാൾ എത്രയോ വലിയ ആളാ. അത് മറന്ന് നീ ഒന്നും ആലോചിക്കണ്ട. അദ്ദേഹം എത്ര വലിയ ആളാണോ അത്രയും സിമ്പിളുവാ. അദ്ദേഹത്തിന് എന്നോടുള്ള വിശ്വാസം കാണുമ്പോ ചിലപ്പോഴൊക്കെ എനിക്ക് അത്ഭുതം തോന്നും. അദ്ദേഹത്തിന് എന്നോടുള്ള വിശ്വാസം നിലനിർത്താൻ ഞാൻ എന്നും ശ്രമിക്കും. എന്നിട്ട് അദ്ദേഹം എത്രത്തോളം റഫാണോ അതിനേക്കാൾ നന്മയും ഉണ്ട്. ആർക്കും അസൂയ തോന്നും. നമ്മുടെ ശ്രീലക്ഷ്മി മാഡം നക്ഷത്ര കൂടാരങ്ങളിൽ കൈയിടുന്ന പോലുണ്ടല്ലോ. ഞാൻ നക്ഷത്ര കൂടാരങ്ങളിൽ കൈയിടുന്നില്ല മോളെ. ഞാൻ നക്ഷത്രങ്ങളെ കണ്ണിറയെ കണ്ട് ആസ്വദിക്കുക. അത്രേ ഉള്ളൂ അതിനർത്ഥം. അതിനി നീ പുതിയ അർത്ഥങ്ങളൊന്നും കണ്ടുപിടിക്കണ്ട. എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസമായി ഞാൻ കാണുന്നു നിനക്കൊരു ഇളക്കവും പരവേശവും. ഓ പിന്നെ, നിനക്ക് തോന്നുന്നതാ. ദേ, എന്റെ നാത്തൂനായിട്ട് വരേണ്ടതാ. ആവശ്യമില്ലാത്ത ചിന്തകൾ വല്ലതും പൊട്ടി മുളച്ചിട്ടുണ്ടെങ്കിലേ അതങ്ങ് കളഞ്ഞേക്കണേ. ഓടി അവിടുന്ന്. ഇനി നിന്റെ വാചകം കേട്ട് നിന്നാലേ ഞാൻ ഓഫീസിലെത്താൻ ലേറ്റ് ആവും. അതിനു മുന്നേ എനിക്കൊരു സ്പെഷ്യൽ ജോലി ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ പോവാണേ, നീ ഇവിടെ തന്നെ നിൽക്ക്. കഴിഞ്ഞില്ല ഇതുവരെ? നീ ഇങ്ങനെ അടുപ്പില് പായസം വെച്ചിട്ട് ഇവിടെ നിന്ന് കൈകൂപ്പിയാ അത് തന്നെത്താനെ റെഡിയാവില്ല. അതിന്റെ കൂടെ നിൽക്കണം, എന്നാലേ പായസാവും. പോ അങ്ങോട്ട്. അമ്മേ, ഏലക്ക എവിടെയാ? ആ അരിപാത്രത്തിന്റെ അടുത്ത് ചുവന്ന ഡപ്പിയില്. അമ്മ, ഏലക്ക എത്ര ഇടണം? പായസത്തിൽ ഏലക്ക നിന്റെ അച്ഛനെ പോലെയാ. ഉണ്ടെങ്കിൽ ഇല്ലാത്ത പോലെ ഇരിക്കണം. ഒരു 4-5 ഇട്ടോ. പിന്നെ പഞ്ചസാര ഈ വീട്ടിൽ ഞാനുള്ള പോലെയാ. ഒരുപാടിട്ടോ. അപ്പൊ ഞാനോ? നീ മുന്തിരി പോലെയല്ലേ?
നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉമ്മ. അമ്മേ, ദേ ഇതിന്റെ ടേസ്റ്റ് നോക്കിയേ. ഉം. മോളെ, ഇതിൽ നിന്റെ രവിചന്ദ്രവർമ്മൻ സാറും ഉൾപ്പെടും. ഇതിന് രുചി മാത്രല്ല, നല്ല രാജകീയ പ്രൗഢിയും ഉണ്ട്. ഏതായാലും നീ സന്തോഷത്തോടെ ഇത്ര നല്ല പായസം കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതിരിക്കില്ല. നോക്ക്, കൊടുക്കുമ്പോ കുറച്ച് കൂടുതൽ കൊടുക്കണം എപ്പോഴും, മനസ്സിലായോ? എന്നാലേ തൃപ്തി വരും. അയ്യോ വേണ്ടമ്മ, വലിയ ആൾക്കാർ ഇതൊക്കെ കുറച്ചേ കുടിക്കൂ. നമ്മളെ പോലെ അല്ല, അവര് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ആഹാരത്തിനല്ല. മോളെ, നീ കൊണ്ടുവച്ചേരണ പായസം അദ്ദേഹം കുടിക്കൂന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടോ? തീർച്ചയായിട്ടും കുടിക്കു വെച്ചാ. ഇന്നലെ അദ്ദേഹത്തിന്റെ ഫാക്ടറിയില് ജോലി ചെയ്തിരുന്ന ഒരു തൊഴിലാളിക്ക് സാറ് തന്നെ ഭക്ഷണം നേരിട്ട് കൊടുത്തു. അത് കണ്ടപ്പോ സാറിനോടുള്ള ബഹുമാനം കൂടിയച്ചാ. അതുകൊണ്ട് ഉറപ്പായി ഇത് കുടിക്കു വെച്ചാ. മതി മതി, പെട്ടെന്ന് എന്ന് പായസം നോക്ക്, അല്ലെങ്കിൽ അത് അടി പിടിക്കും. ദേ മനുഷ്യ, ഷർട്ട് കൈ വെക്കാനുള്ളതല്ല, ഇടാനുള്ളതാ. അതെയോ? നീ പറഞ്ഞു നന്നായി. ഞാനിത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാറുണ്ട്. ദേ വീണ്ടും ചോർച്ച തുടങ്ങി. മോളെ, പായസം അച്ഛന് വെച്ചിട്ട് ബാക്കിയുള്ളത് കൊണ്ടുപോയിക്കോ. ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല, ഫ്രിഡ്ജ് വീണ്ടും കേടായി. അതെയോ? റിപ്പയർ ആയോ? ആയെങ്കി ഇപ്പൊ ശരിയാക്കും. വാ. ചോദ്യത്തിനൊന്നും ഒരു കുറവുമില്ല. എത്ര നാളായി ഈ സാധനം എന്റെ തല എടുക്കുന്നതാ, കഷ്ടം തന്നെ. സരോജം, ഒരാഴ്ച കൂടി നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്. അഡ്ജസ്റ്റ് ഒരാഴ്ച? ഇത് പറയാൻ തുടങ്ങിയിട്ട് തന്നെ 1 വർഷമായി. ദേ ഒരു കാര്യം മാത്രം, കറികള് പത്മിനിയുടെ വീട്ടിൽ കൊണ്ടാ വെക്കാൻ മാത്രം പറയരുത്. അവൾക്കത് ഒട്ടും ഇഷ്ടമല്ല. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവച്ചതിന്റെ ദേഷ്യം അവൾക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. അമ്മ ഇനി ഈ ഫ്രിഡ്ജിനെ പറ്റി ടെൻഷൻ അടിക്കണ്ട. എന്താ, നീ പുതിയ ഫ്രിഡ്ജ് കൊണ്ടുവരാൻ കട പറഞ്ഞിരിക്കുകയാണോ? പറഞ്ഞില്ല, പക്ഷെ പറയും. ഈ മാസത്തെ ശമ്പളം കിട്ടട്ടെ. സത്യമാണോ നീ പറയുന്നേ? സത്യം. ദേ ഈ മോളെ കണ്ട് പഠിക്കും മനുഷ്യ. ശമ്പളം കിട്ടിയ ആദ്യത്തെ ദിവസം തന്നെ ഫ്രിഡ്ജ് വാങ്ങുമെന്ന്. അന്ന് ഞാനിവിടെ പടക്കം പൊട്ടിക്കും. ഒപ്പം ആ ദിവസം തന്നെ ഈ പഴയ ഫ്രിഡ്ജ് നിങ്ങളുടെ തലയിലെടുത്ത് വെച്ച് തരികയും ചെയ്യും. വേണ്ട സരോജം, ഇപ്പൊ തന്നെ നീ എന്റെ തലയിലുണ്ട്. അതിന്റെ കൂടെ ഫ്രിഡ്ജും കൂടി താങ്ങാനുള്ള ശേഷി എനിക്കില്ല. Done. ആരിത്? ത്രിവിക്രമനോ? ഞാൻ വന്നതേ ചേട്ടന്റെ കടയിൽ കോട്ടൺ സിൽക്കിന്റെ തുണിയുണ്ടോന്ന് അറിയാനാ. കോട്ടൺ സിൽക്കോ? അതെ, എനിക്ക് ബൾക്കായിട്ട് കുറച്ച് തുണി എടുക്കണമായിരുന്നു. ഞങ്ങളുടെ ക്ലബ് മെമ്പേഴ്സിന് വേണ്ടിയിട്ടാ. ചേട്ടന്റെ കടയിൽ നിന്ന് എടുക്കുമ്പോ അതിന്റെ കമ്മീഷൻ ചേട്ടന് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാ. നമുക്ക് ഇങ്ങനെയല്ലേ നിങ്ങളെപ്പോലുള്ള പാവങ്ങളെ സഹായിക്കാൻ പറ്റൂ. എന്നാ ആ സഹായം ഈ ചേട്ടന് വേണ്ട. ഞങ്ങളുടെ കടയിൽ ആകെ ഇല്ലാത്ത തുണി കോട്ടൺ സിൽക്കാ. ത്രിവിക്രമൻ വേറെ കട പോയി നോക്കും. അപ്പൊ ശരി.
കല്യാണം കഴിക്കാൻ പോണ പയ്യനാ ആ ശ്രീലക്ഷ്മിയെ. എന്റെ ശ്രീലക്ഷ്മിയുടെയും കല്യാണം വീണ്ടും ഫിക്സ് ആയി. ശ്രീലക്ഷ്മിയെ സമ്മതിച്ചത്. ശ്രീലക്ഷ്മിക്ക് മാത്രമല്ല, വീട്ടുകാർക്ക് സമ്മതാ. രാജാറാം, പ്ലീസ് കം ഇൻ. നജീബ്, രാജാറാമിനൊരു കോഫി, എനിക്ക് കുറച്ച് ചൂടുള്ളൂ. സർ, രാജാറാം, ഇന്നലെ പിടിച്ചുകൊണ്ടുവന്ന പയ്യനല്ലേ? അതെ. അവൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കണം. ഡീറ്റെയിൽസ് ഒന്നും വേണ്ട സാർ. അവൻ അത്രയ്ക്ക് കുഴപ്പക്കാരനൊന്നും അല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ തോന്നിയാൽ പോരാ, ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിക്കണം. സാർ, അവൻ ഡേഞ്ചറസ് അല്ല സാർ. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. വെറും വിശ്വാസം പോരാ, വിവരങ്ങളാണ് ആവശ്യം. ഫാക്ട്സ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ശരി, എന്ത് വിവരങ്ങൾ? അവൻ്റെ കല്യാണത്തെക്കുറിച്ച്. സത്യത്തിൽ ശ്രീലക്ഷ്മിയുമായിട്ട് അവൻ്റെ കല്യാണം ഫിക്സായെന്നറിയണം. അതാണ് ആവശ്യം. എനിക്ക് തോന്നി ഇവിടെ എന്തോ സൈഡ് ബിസിനസ് നടക്കുന്നുണ്ടെന്ന്. ഇരിക്കടാ അവിടെ. വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇരിക്കേ, ഇരിക്കാൻ. എന്റെ കണ്ണിൽ നോക്കിയിട്ട് സത്യം പറ, നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ല. കള്ളം. നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്, എനിക്കതറിയണം. ശ്രീലക്ഷ്മി നല്ലൊരു കുട്ടിയാണ്. അവളെ നല്ലൊരു വീട്ടിൽ കല്യാണം കഴിപ്പിച്ചയക്കുന്നതാണ് നല്ലത്. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. നോക്ക് രവി, നിന്റെ മനസ്സിൽ മുളച്ചു വരുന്ന ഓരോ ചെറിയ കാര്യങ്ങളും എനിക്ക് വായിക്കാൻ കഴിയും. എന്താ നീ കളിക്കുകയാണ്? ഒരു ചീള് പെണ്ണിന്റെ കൂടെ നാട് ചുറ്റി നടക്കുന്നു, അത് ഒരു സെക്യൂരിറ്റി ഇല്ലാതെ. നമുക്കൊക്കെ അപ്പൊ എന്തുമാത്രം ടെൻഷൻ ഉണ്ടായിരുന്നു അറിയാമോ നിനക്ക്? പിന്നെ സാന്ദ്രയുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്കിന് സാന്ദ്രയെ അവിടെ കൊണ്ടുപോയി ക്ഷമ ചോദിപ്പിച്ചിരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പരിഹരിക്കുമായിരുന്നല്ലോ. അപ്പൊ അതൊന്നും അല്ല, മുതലാളിക്ക് തന്നെ സാന്ദ്രയും കൊണ്ടുപോയി ക്ഷമ ചോദിക്കണം. കൂടാതെ അവരെ പാർട്ടിക്ക് ക്ഷണിക്കൽ വേറെ. ഞാനൊന്നും പറയാത്തതാ. നേരിട്ട് പോയി അവൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കാൻ. ഇവിടെ നോക്ക് രവി, ഓഫീസിൽ എക്സ്പീരിയൻസ് ഉള്ളവർ ഇന്നും നിന്നെ ഒന്ന് നേരിട്ട് ഫോൺ വിളിക്കാൻ ഭയവാ. എന്നിട്ടും
കാറിൽ കൂടെ ഇരുത്തി ഇന്നലെ വന്ന ആ ചീള് പെണ്ണിനെ കൊണ്ട് ഫാക്ടറി വിസിറ്റിന് പോയി. നിന്റെ പ്രോഗ്രാം ഷെഡ്യൂൾ പോലും നീ അവളെ ഏൽപ്പിച്ചു. അവളിതാ ഒരു പേപ്പർ ചുരുട്ടി എറിയുന്നു. പിന്നെ മുതലാളി സന്തോഷം സഹിക്കാൻ വയ്യാതെ കൈകൊട്ടുന്നു, ചിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു? എന്താണ് ഇതൊക്കെ? എന്താണെന്ന്? ഞാൻ പറഞ്ഞ ജോലി അവൾ ചെയ്തോ ഇല്ലയോ അത് നീ പറഞ്ഞില്ല. എക്സ്പീരിയൻസ് ഉള്ളവരാരും അത് ചെയ്തില്ല എന്ന കാര്യം മറക്കരുത്. സമ്മതിച്ചു, ഇത് വേറെ ആരെ കൊണ്ടും സാധിക്കില്ല. അവൾ ആള് സ്മാർട്ടാണ്. പക്ഷെ അവളും നീയും തമ്മിൽ എന്ത്? അവൾ ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കട്ടെ, അതിൽ നിനക്കെന്താ ലാഭം? രാജാറാം, അന്ന് ഞാൻ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ പോയപ്പോൾ ആ പയ്യൻ്റെ അച്ഛനെ കണ്ടിരുന്നു. എനിക്കെന്തോ അയാളുടെ ക്യാരക്ടർ പിടിച്ചില്ല. ശ്രീലക്ഷ്മി ഒരു നല്ല വീട്ടിലേക്ക് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ, ശരി, അതും സമ്മതിക്കുന്നു. പക്ഷെ നീ എന്തിനാ ആ പെണ്ണിന്റെ പിറകെ കിടന്ന് അലയുന്നേ? അവളെപ്പറ്റി സാന്ദ്രയ്ക്ക് നല്ല അഭിപ്രായമല്ല. സാന്ദ്രയ്ക്ക് മാത്രമല്ല, എനിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വിഷയം നീ വിട്ടേക്ക്. വിട്ടേ പറ്റൂ. അവൾ കാരണം നമ്മളുടെ പുതിയ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ വലിയ ഡിമാൻഡാണ്. എന്ത് ഡിമാൻഡ്? ആ പെണ്ണെന്തോ വായി തോന്നിയത് പറഞ്ഞു. നീയാണ് അതിൽ നിന്നൊരു ഐഡിയ ഉണ്ടാക്കിയത്. അതിൽ അവൾക്കെന്താ പങ്ക്? നോക്ക് രവി, എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നിന്റെ ഈ മാറ്റം കമ്പനിയിൽ പലരും മനസ്സിലാക്കി കഴിഞ്ഞു. അതിനിയും കൂടുതൽ വഷളാക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, നാട്ടിൽ ചക്രവർത്തി ആയിരിക്കാം, പക്ഷേ ഒരു പെണ്ണിന്റെ ചന്തത്തിൽ വീണുപോയാ ചക്രവർത്തിയും മെഴുകുതിരി പോലെ ആയിപ്പോവും. ഉരുകി തീരുമെന്നർത്ഥം. നോക്ക്, നീ ഇന്ന് ചക്രവർത്തിയാണ്. രവിചന്ദ്രവർമ്മൻ എന്ന വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കിരീടവും ചെങ്കോലും എന്തിയ വ്യവസായ ചക്രവർത്തി. ആ വില നീയായിട്ട് നശിപ്പിക്കരുത്. നശിപ്പിച്ചാൽ ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സർ, രാജാറാം, കോഫി വരുന്നുണ്ട്, കുടിച്ചിട്ട് പോവാം. കോഫി വേണ്ട സാർ. സാറ് പറഞ്ഞ ഡീറ്റെയിൽസ് അന്വേഷിക്കാം. താങ്ക്സ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മാഡം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ശ്രീലക്ഷ്മി മാഡം. കൺഗ്രാറ്റുലേഷനോ? ആ, ഇവിടെ ഇന്നലെ ഞങ്ങൾക്ക് എല്ലാവരും ഗുഡ് ന്യൂസ് കിട്ടി. അന്വേഷിച്ചാൽ മതി, മനസ്സിലാവും. അല്ല, ഇതെന്താ പാത്രത്തില്? പ്രത്യേകിച്ചൊന്നുമില്ല. സാറിനെ ഒന്ന് കാണണം. അവിടെ അകത്തില്ലേ? പൊയ്ക്കോളൂ, സാറകത്തുണ്ട്. ചിലപ്പോ ശ്രീലക്ഷ്മി മാഡത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാവും. ചെന്നാട്ടെ. നിന്റെ ഈ മാറ്റം കമ്പനിയിൽ പലരും മനസ്സിലാക്കി കഴിഞ്ഞു. അതിനിയും കൂടുതൽ വഷളാക്കാതിരിക്കുന്നതാണ് നല്ലത്.
നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, നാട്ടിൽ ചക്രവർത്തി ആയിരിക്കാം, പക്ഷേ ഒരു പെണ്ണിന്റെ ചന്തത്തിൽ വീണുപോയ ചക്രവർത്തിയും മെഴുകുതിരി പോലെ ആയിപ്പോ, ഉരുകി തീരുമെന്നർത്ഥം. നോക്ക്, നീ ഇന്ന് ചക്രവർത്തിയാണ്. രവിചന്ദ്രവർമ്മൻ എന്ന വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കിരീടവും ചെങ്കോലും എന്തിയ വ്യവസായ ചക്രവർത്തി. ആ വില നീയായിട്ട് നശിപ്പിക്കരുത്.